അപ്പോൾ ഗൈസ്, ബേസിക് ഫോട്ടോഗ്രാഫി ട്യൂട്ടോറിയലിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്രേച്ചറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഷട്ടർ സ്പീഡ് ISOയും പറഞ്ഞായിരുന്നു. ഇനി അടുത്തതാണ് നമ്മൾ അപ്രേച്ചറിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്രേച്ചറിലേക്ക് വരുമ്പോൾ അപ്രേച്ചർ നമ്മൾ നോർമലി പറയുന്നത് F നമ്പേഴ്സ് വെച്ചിട്ടാണ്. F1.4, F1.8, F30 അങ്ങനെയുള്ളൊരു ഓർഡറിലാണ് അപ്രേച്ചർ പോകുന്നത്. ഓക്കെ, അപ്രേച്ചർ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, അപ്രേച്ചർ നമ്പർ കുറയും തോറും നമ്മുടെ അപ്രേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ ക്യാമറയുടെ ഉള്ളിലുള്ളൊരു ഷട്ടർ പോലെ തന്നെ വർക്ക് ചെയ്യുക. അപ്രേച്ചർ നമ്പർ കുറയും തോറും അത് കൂടുതലായിട്ട് വലുതാവും. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വെളിച്ചം കൂടുതലായിരിക്കും. ഓക്കെ, തിരിച്ച് അപ്രേച്ചർ നമ്പർ കൂട്ടുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് ചെറുതാവുമ്പോൾ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് വരുന്ന വെളിച്ചം കുറയും. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ എന്തായിരിക്കും? ഡാർക്കായിരിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് മെക്കാനിസം വരുന്നത്? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ അപ്രേച്ചറിൽ വരുന്ന മെയിൻ ഒരു ഘടകമാണ് എന്ത്? നമ്മൾ എല്ലാവരും ബൊക്കെ എഫക്റ്റൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരായിരിക്കും. ഇതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ അപ്രേച്ചർ തന്നെയാണ്. എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നു, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ബ്ലർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്രേച്ചർ കൗണ്ട് വളരെ കുറച്ചേക്കാം. ഒരു 1.8 അല്ലെങ്കിൽ 1.4 ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ ഫോക്കസ്, എക്സാമ്പിൾ പറയാൻ വെച്ചാൽ എൻ്റെ ഫേസാണ് ഫോക്കസ് ചെയ്ത്, അങ്ങനെയാണെന്ന് എൻ്റെ ഫേസ് ഒഴിച്ച് ബാക്കിയെല്ലാം ബ്ലറായിരിക്കും. അതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നതും ബ്ലറായിരിക്കും, ബാക്കിലുള്ളതും ബ്ലറായിരിക്കും. എൻ്റെ ഫേസ് മാത്രമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഞാനൊരു ഫോട്ടോ ഇവിടെ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അതാണ് നമ്മുടെ അപ്രേച്ചറിൻ്റെ ഉപയോഗം. അപ്രേച്ചർ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നൊക്കെ പറയും ഫോട്ടോഗ്രാഫി രീതി. അപ്രേച്ചർ നമ്മൾ F നമ്പേഴ്സ് കുറയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന വെളിച്ചം കൂടുതലായിരിക്കും. അപ്രേച്ചർ നമ്പർ നമ്മൾ കൂട്ടുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന വെളിച്ചം കുറവായിരിക്കും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F നമ്പേഴ്സ് കുറവായിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഒരു പോയിൻറ്റിന് മാത്രമായിരിക്കും. എന്തെങ്കിലും ഒന്ന് ഫോക്കസ് ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും എടുക്കുന്നത്. അപ്രേച്ചറിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ ഒരു F8, F20 ഒക്കെ വെച്ച് എടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതും കൂടെ കൂടുതൽ ഫോക്കസ് ആവും. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രേച്ചർ എന്ത് ചെയ്യുക? കൂട്ടി വെക്കാം. ഒരു F8 അല്ലെങ്കിൽ F10 വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള മുഴുവൻ ആൾക്കാരെയും ഫോക്കസ് ആയിരിക്കും. തിരിച്ച് നമ്മൾ F1.8 വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു വ്യക്തിയെ മാത്രമായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ മാത്രമായിരിക്കും എന്താവുക? ഫോക്കസ് ആവാം. അപ്പോൾ ഇത്രയാണ് അപ്രേച്ചറിൽ വരുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കുക ഫോട്ടോ എടുക്കുമ്പോൾ. ഇത്രയുള്ള അപ്രേച്ചറിൻ്റെ കാര്യം. അപ്പോൾ ഇനി അടുത്തത് ഇതുപോലത്തെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. ഓക്കെ, താങ്ക് യു.